ഹല്ലേലൂയ. വിവേകമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവ് യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചെറിയ ഒരു ചിന്ത മാത്രം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. വചനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും പാതാള ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഉടച്ചുകൊണ്ട് അർത്ഥോ ഹബൂ ഷഖന ഹത്തുര അന്തേ രഗതി ശമനഗസ്യ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിന് എന്താണ് താല്പര്യപ്പെടുന്നത് അവിടുന്ന് അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നിങ്ങളുടെ ഹൃദയം പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് തൻ്റെ ശുശ്രൂഷ വേളയിൽ അടുത്ത സമയത്ത് അടുത്ത ദിവസം എന്താണെന്ന് സംഭവിക്കുന്നു എന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമുക്ക് ഒരു സ്ഥലമൊരുക്കുവാൻ അവൻ പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, തകർന്ന് നുറുകിയിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം തകർന്ന അവസ്ഥകളുണ്ട്. മറ്റുള്ളവർ വഞ്ചിച്ച്, മറ്റുള്ളവർ തകർത്ത്, മറ്റുള്ളവർ ഏകനാക്കി എൻ്റെ ജീവിതം തകർന്നുപോയെന്ന് പറയുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി നീ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിലും നീ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് ഒരു നല്ല ഭവനം അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത നിമിഷം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ അറിയുന്നു. തൻ്റെ ജീവിതത്തിൽ അടുത്ത സമയത്ത് അടുത്ത നിമിഷത്തിൽ എന്താണെന്ന് അറിയുന്ന ദൈവം ആ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അത് ആശ്വസിപ്പിക്കുന്നതായി, അവരെ സമാധാനപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് അവൻ സമാധാനവും ആശ്വാസവും നൽകുന്ന കർത്താവാണ്. അവൻ ദുഃഖിതരുടെ മധ്യയിൽ കടന്നു പോകുന്നവനല്ല. പ്രയാസത്തിൻ്റെ മധ്യയിൽ നിന്നോട് ചേർന്ന് നിന്ന് നിൻ്റെ പ്രയാസത്തെ മാറ്റി അവിടുന്ന് സമാധാനവും സന്തോഷവും രോഗസൗഖ്യവും നൽകുന്ന ഒരു യേശു കർത്താവാണ്. അവനെപ്പോലെ മറ്റാർക്കും ആകുവാൻ സാധ്യമല്ല. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. പിതാവ് തോമസ് അവനോട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
യേശു ക്രിസ്തുവാകുന്ന വഴിയല്ലാതെ മറ്റൊരു വഴി നമുക്ക് പോകുവാൻ സാധിക്കും. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ അല്ലാതെ നമുക്ക് നിത്യതയിൽ കടക്കുവാൻ സാധ്യമല്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കലങ്ങുന്ന അവസ്ഥയുണ്ടോ, തകർന്ന അവസ്ഥയുണ്ടോ, നുറുകിയ അവസ്ഥയുണ്ടോ, അതേ എല്ലാവരാലും ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടോ? നീ ഭയപ്പെടേണ്ട. നിന്നെ സ്നേഹിക്കുന്നവനായ, നിനക്ക് വേണ്ടി കരുതുന്നവനായ, നിനക്ക് വേണ്ടി ഒരു നല്ല ഭവനം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ അതിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. മറ്റൊരുവരിലും രക്ഷയില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുവാൻ, നിൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ, നിൻ്റെ കുടുംബം ദേശത്തിൽ നന്മ പ്രാപിക്കുവാൻ, നിൻ്റെ കുടുംബം ദേശത്തിൽ, നിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, നിൻ്റെ മക്കളും, നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിലോ നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തോമസിന് സംശയമായിരുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിലും എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പലർക്കും അറിയത്തില്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകരാണ്. അവർ ത്രികേക ദൈവമാണ്. മൂവരും ഒന്നാണ്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ അത് ചിന്തിക്കുവാൻ, അത് നിരൂപിക്കുവാൻ, അത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതാണ് യേശു അവരോട് വീണ്ടും പറഞ്ഞത് എന്ന് പറഞ്ഞു. ഫിലിപ്പസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാനും പിതാവിലും പിതാവെന്നിലും ആകുന്നു. നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേ ആമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയത് അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിലും മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരുവൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അവൻ്റെ വാക്കുകളെ അനുസരിക്കുക, അവൻ്റെ വാക്കുകളെ പ്രവർത്തിക്കുക. അതാണ് യേശുവിനെ ഒരുവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ അനാഥരായി, നമ്മളെ ഏകരായി, നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മുകളിലും അവൻ അനാഥനായി വിടുന്നവനല്ല. അവൻ അനാഥനായി മറ്റുള്ള മനുഷ്യനെ പോലെ കൈവിടുന്ന ദൈവമല്ല. അവൻ നിൻ്റെ ഏത് സാഹചര്യത്തിലും നിന്നോട് കൂടെ ചേർന്നിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുകയും നിനക്ക് സമാധാനം നൽകിയും നിൻ്റെ തകർച്ചകളെ മാറ്റി അവൻ സമൃദ്ധി നൽകി നിത്യതയിലേക്ക് പോകുവാൻ അവൻ നിനക്ക് വഴികളെ കാണിച്ചു തരുന്ന ഒരു നല്ല യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറച്ചൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥ വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏക മധ്യസ്ഥനാണ്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പിതാവിൻ്റെ മുന്നിൽ അവൻ മധ്യസ്ഥത വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അതേ, ഹൃദയം നുറുകി തകർന്നിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദര, നിനക്കൊരാശ്രയം ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും, എന്ത് ഭാരപ്പെടും, എന്ത് മുന്നോട്ട് പോകും, ഇങ്ങനെ ഭാരപ്പെടുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന പ്രിയ സഹോദര, അതേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശു പറയുകയാണ്, നീ എന്നിൽ വിശ്വസിച്ചാൽ നിൻ്റെ അവസ്ഥകളെ ഞാൻ മാറ്റും. നീ എന്നിൽ വിശ്വസിച്ചാൽ നിൻ്റെ രോഗാവസ്ഥകളെ ഞാൻ മാറ്റും. നീ എന്നിൽ വിശ്വസിച്ചാൽ നിൻ്റെ കടഭാരങ്ങളെ മാറ്റും. നീ എന്നിൽ വിശ്വസിപ്പിച്ചാൽ അതേ നിൻ്റെ അവസ്ഥകളെ മാറ്റും. നീ എന്നിൽ വിശ്വസിച്ചാൽ നിൻ്റെ ഈ ഒരു ബിസിനസ് മേഖലകളെ തകർച്ചകളെ മാറ്റും. നീ എന്നിൽ വിശ്വസിച്ചാൽ അതിനപ്പുറമായി നിനക്ക് നിത്യതയിൽ പോകുവാൻ, നീ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, തയ്യാറെടുക്കുന്നുവെങ്കിൽ, നിനക്ക് അവൻ ഒരു നല്ല ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ പോകുവാൻ സാധിക്കും. അതേ, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് അറിഞ്ഞതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഒരു ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടുത്ത സമയത്ത്, അടുത്ത നേരത്ത്, അടുത്ത ദിവസം എന്താണെന്ന് സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അതേ തൻ്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് സംസാരിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മളോടും കർത്താവ് ഇന്ന് സംസാരിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന്? അതേ ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരെ, ആരോരുമില്ല എന്ന് പറയുന്നവരെ, പ്രിയ സഹോദരി, നിന്നോടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എൻ്റെ പ്രിയ സഹോദാവേ, എൻ്റെ പ്രിയ സഹോദരി, ഈ ഭൂമിയിൽ നിനക്കൊന്നുമില്ലെങ്കിലും നീ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് അവൻ നല്ല ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഭവനമല്ല, മണ്ണും കട്ടയുമുള്ള ഭവനമല്ല, വജ്രങ്ങളും വൈഡൂര്യങ്ങളും രക്തങ്ങളും മുത്തുമേറിയ തറകളിൽ സ്വർണ്ണക്കട്ടകളിട്ടുള്ള അതേ
അതേ എന്നെ കേൾക്കുന്ന വിലമതിക്കുവാൻ പറ്റാത്ത അതിമനോഹരമായ ഭവനം നമ്മുടെ കർത്താവ് യേശു കർത്താവ് നമുക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ അതേ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനമുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.